എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രത്തിൽ സ്നേക്ക് പ്ലാന്റുകൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. പല വീടുകളിലും നട്ടുവളർത്തുന്ന ഈ ചെടി കുറഞ്ഞ പരിപാലനമേ ആവശ്യമുള്ളൂ. ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല, വാസ്തുപ്രകാരം കുറേയധികം പ്രാധാന്യമുണ്ട് ഈ ചെടിക്ക്. വാൾ പോലെ ഇലകളുള്ളതും കാഠിന്യമുള്ളതും കുറഞ്ഞ പരിപാലനം ആവശ്യമുള്ളതുമായ ഒരു സസ്യമാണ് സ്നേക്ക് പ്ലാന്റ്. ശരിയായ രീതിയിൽ ഈ ചെടി നട്ടു വളർത്തിയാൽ വീട്ടിൽ ഊർജം വന്ന് നിറയും. സസ്യങ്ങൾ പ്രകൃതിയുടെ ഭാഗമായതിനാൽ ഈ ചെടി നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റിവിറ്റി ആകർഷിക്കുന്നു. സ്നേക്ക് പ്ലാന്റുകൾക്ക് അവയ്ക്ക് സമീപത്തെ സ്ഥലത്തെ ഊർജങ്ങളെ സന്തുലിതമാക്കാനുള്ള കഴിവുണ്ട്. ശരിയായ സ്ഥലങ്ങളിൽ ഈ ചെടി വയ്ക്കുമ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജം ആഗിരണം ചെയ്യാൻ കഴിയും. ഇത് ചുറ്റുപാടുകളെ വിഷ ഊർജങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും. വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ സ്നേക്ക് പ്ലാന്റ് ചെടി വയ്ക്കുന്നത് ഐശ്വര്യവും സമ്പത്തും ആകർഷിക്കുന്നു. കുറഞ്ഞ പരിചരണവും നിരവധി ആരോഗ്യ ഗുണങ്ങളുമുള്ള ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഈ ചെടി രാത്രിയിലും പകൽ സമയത്തും വായു ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ആരോഗ്യപരമായ വായുപ്രവാഹം നിലനിർത്താൻ ഈ ചെടിക്ക് കഴിയുന്നു. വായുവിലുള്ള ദോഷകരമായ വിഷവസ്തുക്കളെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അതുകൊണ്ട് വീടിനകത്ത് പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ഈ ചെടിക്ക് കഴിയും. തെക്കു കിഴക്കേ മൂല അഗ്നിസ്ഥാനം എന്നാണ് പറയുക. വാസ്തുശാസ്ത്രത്തിൽ ഈ ദിശ സമ്പത്തും സമൃദ്ധിയുമായി ബന്ധമുണ്ട്. ഈ ദിശയിൽ സ്നേക്ക് പ്ലാന്റുകൾ വളർത്തുന്നത് ജീവിതത്തിലേക്ക് സമ്പത്തും സാമ്പത്തിക ഐശ്വര്യവും കൊണ്ടുവരും. തെക്കു പടിഞ്ഞാറേ മൂലയെ നിരുദ്ധി സ്ഥാനം എന്നാണ് പറയുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ടതിനാൽ സ്ഥിരതയും ശക്തിയുമായി ബന്ധമുണ്ട്. ഈ ദിശയിൽ ചെടി നട്ടു വളർത്തുന്നത് ഐശ്വര്യത്തിനും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. വടക്ക് കിഴക്കേ മൂല ഈശ്വരസ്ഥാനം എന്നാണ് പറയുന്നത്. വാസ്തുപ്രകാരം ഇത് ആത്മീയ മൂലയാണ്. അതുകൊണ്ട് ഈ ദിശയിൽ സ്നേക്ക് പ്ലാന്റ് വളർത്താൻ പാടില്ല. സ്നേക്ക് പ്ലാന്റുകൾക്ക് അപൂർവമായ പോസിറ്റീവ് എനർജി ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ശരിയായ രീതിയിൽ ഈ ചെടി വളർത്തുമ്പോൾ അത് വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും സമൃദ്ധിയും വിജയവും ആകർഷിക്കുന്നു. വടക്കോട്ട് ദർശനമുള്ള ദിശയിൽ ഈ ചെടി വളർത്തുന്നത് തൊഴിൽ വളർച്ചയും സാമ്പത്തിക സ്ഥിരതയും വർദ്ധിക്കുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഈ ചെടി വളർത്തുന്നത് കടകളിലും ഓഫീസുകൾക്കും അനുയോജ്യമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ വാസ്തുപ്രകാരം ഈ ചെടി നടുന്നത് ഏറ്റവും ഉചിതമായ ദിശയാണിത്. കിടപ്പുമുറികളിൽ ഉറക്കത്തിന് അനുകൂലവും ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം ഉണ്ടാകും. തെക്കു ദിശയിൽ വാസ്തുപ്രകാരം ഈ ചെടി നടാൻ പാടില്ല. ഈ ചെടി വീടുകളിൽ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലകളിൽ പൊടി പിടിച്ചിരിക്കുന്നുവെങ്കിൽ അത് തുടച്ചു കൊടുക്കുക. സ്നേക്ക് പ്ലാന്റ് ഒരിക്കലും അലങ്കോലമായി കിടക്കുന്നിടത്ത് വയ്ക്കരുത്. അത് വാസ്തുഗുണങ്ങളെ തടസ്സപ്പെടുത്തും. വീട്ടിൽ കിഴക്ക് ഭാഗത്തുള്ള മുറികളിൽ ഇത്തരം ചെടികൾ വയ്ക്കുന്നത് നല്ലതാണ്. ഇത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇത് ജീവിതത്തിൽ മികച്ച ഫലങ്ങൾ നൽകുന്നു. എന്നാൽ ഈ ചെടികളെ ശ്രദ്ധിക്കാതെ വെക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകും. ഓഫീസുകളിൽ വടക്ക് കിഴക്ക് ദിശയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മേശകളിലോ വയ്ക്കുക. വീട്ടിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വളർത്തുന്നത് അത് പോസിറ്റിവിറ്റിയും ആരോഗ്യവും സാമ്പത്തിക വിജയവും എന്നിവയെ ആകർഷിക്കുന്നു. വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്നേക്ക് പ്ലാന്റ് നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും നമസ്കാരം.